ഇന്നത്തെ അതിഥീനെ പറ്റി പറയുമ്പോൾ എനിക്ക് സിനിമാ മോഹത്തിനെ പറ്റി പറയേണ്ടി വരും. 95% പേർക്കും സിനിമാ മോഹം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിലുള്ള ഒരു മോഹം കൊണ്ട് നടന്ന് മറ്റൊരു പ്രൊഫഷനും കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി, ഡോക്ടർ റോണി ഡേവിഡ്. ഡോക്ടറെ, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. എത്ര നാളായി കണ്ടിട്ട്? ഉണ്ടേനെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ പര്യടനത്തിനെ പറ്റി പറഞ്ഞുതരും. അതൊക്കെ വായിച്ചിട്ട് വന്നിരിക്കണല്ലേ? അല്ല, അത് ഞാൻ കൃഷ്ണേട്ടൻ, നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡ്യൂസർ കൃഷ്ണേട്ടൻ നല്ലൊരു സുഹൃത്താണ്. കൃഷ്ണേട്ടൻ വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഉണ്ട. അതെന്താ അങ്ങനെ? കൃഷ്ണേട്ടൻ ഒരുപാട്, കാരണം വെച്ചാൽ ഇതിന്റെ നമ്മളിപ്പോൾ ഛത്തീസ്ഗഡിൽ പോയിട്ട് ഇത്രയും ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഛത്തീസ്ഗഡിൽ നമ്മൾ പോയി, എന്നാൽ പോലും നമ്മൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവിടെ ഈ പറയുന്ന റെഡ് അലേർട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ റായ്പൂർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്ര രാത്രി എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലെടുക്കും. കാരണം ഒരു ക്ലിഫ്, ഒരു നമ്മളെന്താ പറയുക, ഒരു മൂന്നാർ പോലത്തെ ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ പോയി, ഹിൽ സ്റ്റേഷൻ അല്ല, അങ്ങോട്ട് അങ്ങനെ കയറാൻ പറ്റുള്ളൂ. സോറി, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, ദാറ്റ്സ് നോട്ട് എൻ ഹിൽ സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ കയറി അവിടെ നിന്നുള്ള യാത്ര കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം രാത്രി 3 മണിക്കൊക്കെ എത്തിയത്. നമ്മുടെ ഒരു ഫ്ലൈറ്റ് ഒരു 8-8:30 മണിക്ക് എത്തിക്കഴിഞ്ഞ് രാത്രി 3. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 2-3 കിലോമീറ്റർ അപ്പുറത്തൊക്കെ മാവോയിസ്റ്റ് അഫക്റ്റഡ് ഏരിയാസ് ആണെന്ന് പറയുന്നു. ഭയങ്കരമായിട്ട് ഒറിജിനൽ ആർമി അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇതിനിടയിൽ കൂടെ ഒക്കെ ഖാലിദ് റഹ്മാൻ പുള്ളിയുടെ പാഷൻ കാരണം ഇത് എല്ലാം ഈ ഡമ്മി തോക്ക് വെച്ചിട്ട് ഇതിന് പുറമെ ഞങ്ങളുടെ ക്യാരക്ടേഴ്സിന് പുറമെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 50 to 60 ജൂനിയർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിനെയും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരും ഞങ്ങൾ കൂടുതൽ മാച്ച് ഫാസ്റ്റാണ്. അപ്പോൾ ഈ മാവോയിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ, നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവർ ക്യാമറയും കാണില്ല, അപ്പോൾ ഡമ്മി തോക്കാണെന്നും അറിയില്ല. അപ്പോൾ ഈ ഏതൊരു ലോറി ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ലോറി പോയി കഴിഞ്ഞ സമയത്ത് എന്തോ ഒരു കേബിൾ എന്തോ വന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള, എന്ന് വെച്ചാൽ പോലീസ് വണ്ടിയാണത്, ഗ്രൂപ്പിനകത്തുള്ള ആരോ ഒരാൾ ഈ തോക്ക് ഉപയോഗിച്ചാണ് ഈ വയറങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ശരിക്കുള്ള ജവാൻ പറഞ്ഞു, അരേ സാബ്ജി വോ ബന്ദൂക്ക് ഊപ്പർ മത് കർണാന്ന്. എന്ന് വെച്ചാൽ മാവോയിസ്റ്റ് നോക്കുമ്പോഴേ വാടാ ഇങ്ങോട്ട് വാടാ, അതേ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് തോക്ക് പൊക്കണോലിരിക്കും. അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്ക് പറഞ്ഞ കാര്യമില്ലല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ്. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് റിസ്കി ഏരിയസിലൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു സിനിമയാണ്. പിന്നെ ഇതിനൊക്കെന്ന് വെച്ചാൽ സാർ എന്തുമാത്രം യാത്ര ചെയ്തു, അമ്മക്ക് സാർ എത്രയോ അടുത്ത്. ഇതിനിടയിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ സാറിൻ്റെ ഒക്കെ ഇന്നുള്ള എനർജിയുടെ ഒരു 50% ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ ആവാം. എന്താ കാര്യം എന്ന് വെച്ചാൽ സാറ് മധുരരാജ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഉണ്ട ജോയിൻ ചെയ്തത്. ഉണ്ട ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് കൂടി. അതിനിടയ്ക്ക് സാറ് മധുരരാജ് സെക്കൻഡ് ഷെഡ്യൂൾ തീർത്തു, വീണ്ടും ഉണ്ടയിൽ ജോയിൻ ചെയ്തു, ഉണ്ട തീർത്തു. വീണ്ടും ഞാൻ അറിഞ്ഞപ്പോൾ സാർ ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി? ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഇത്രയും ദിവസമൊക്കെ ആയിലൂടെ ഒരു 8-10 ദിവസം പ്രശ്നമൊക്കെ ഇടുന്നിട്ട് അടുത്ത വിളിച്ചാലേ താൻ എന്തിനൊക്കെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ മറ്റന്നാൾ മാമാങ്കത്തിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്, അത് കഴിയണം, അത് കഴിയുമ്പോൾ. അപ്പം ഞാൻ വർക്കഹോളിക് എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് വർക്കാണ്. പിന്നെ സാറിനിടയ്ക്ക് യാത്ര മൂവി ചെയ്തല്ലോ. അപ്പോൾ സാറ് ഡബ് ചെയ്ത് എൻ്റെ ഒരു ടീസർ കണ്ടോന്ന് അറിയില്ല, വെച്ചാൽ ഞാൻ പാദയാത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് എങ്ങനെയാണ് സാറേ? ഇപ്പോൾ പുള്ളി പറയാമെന്ന് വെച്ചാൽ അവിടുന്ന് സ്ക്രിപ്റ്റ് തെലുങ്ക് എന്നുള്ള അസിസ്റ്റൻ്റ് ആയിട്ട് പുള്ളിക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് കഴിഞ്ഞ് ഈ സ്ക്രിപ്റ്റ് തെലുങ്ക് ഡയലോഗ്സ് അദ്ദേഹം പഠിച്ച് ഒരാളെയും കൊണ്ട് ഇതേ സാധനം മലയാളത്തിൽ എഴുതിച്ച് അത് പുള്ളി പഠിച്ച് തെലുങ്കിൽ നിന്ന് വേറെ അസിസ്റ്റൻ്റ് ആയിട്ട് വിളിച്ച് അദ്ദേഹത്തിന് ഇതിന് തെലുങ്കിൽ തന്നെ പുള്ളി സാറ് പറഞ്ഞു വെച്ചാൽ പലയിടത്തും തെലുങ്ക് സംസാരിക്കുന്ന രീതി പലതാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ, കാസർഗോഡ് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ രീതി എങ്ങനെയാണോ അതനുസരിച്ച് അദ്ദേഹം പഠിച്ചിട്ടാണ് ഇത് റെൻഡർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നേരത്തെ. അല്ല, അതെ.